ബാർ കോഴ ആരോപണത്തിൽ സർക്കാരിന്റെ പ്രതിച്ഛായ തകർന്നെന്ന് പി.സി. ജോർജ്. മാണി കൈക്കൂലി ആവശ്യപ്പെടുന്ന ശബ്ദരേഖ പുറത്തു വന്നാൽ മാണിയോട് മന്ത്രിസ്ഥാനം രാജിവെക്കാൻ ആവശ്യപ്പെടും. മാണിയുടെ പിൻഗാമി ജോസ് കെ മാണി അല്ലെന്നും ജോർജ് റിപ്പോർട്ടറിന്റെ മീറ്റ് ദി എഡിറ്റേഴ്സിൽ പറഞ്ഞു. ബാർ കോഴ കേസിലെ ആരോപണങ്ങൾ മൂലം കെ.എം. മാണിയുടെയും സർക്കാരിന്റെയും പ്രതിച്ഛായയ്ക്ക് കോട്ടമുണ്ടായെന്ന് പി.സി. ജോർജ് പറഞ്ഞു. അഴിമതിക്കാരായ മന്ത്രിമാർ സ്വയം മാറി നിൽക്കണം. പ്രതിച്ഛായ വീണ്ടെടുക്കാൻ മന്ത്രിസഭാ പുനഃസംഘടന ആവശ്യമാണെങ്കിൽ അതിന് എ.കെ. ആന്റണി ഇടപെടണം. ജനങ്ങളുടെ മുമ്പിൽ വളരെ മോശം ആയ ഒരു പ്രതിച്ഛായ ഉണ്ടാക്കി വെച്ചു. എ.കെ. ആന്റണി ഇടപെടണമെന്ന് എൻ്റെ അഭിപ്രായം. മന്ത്രിസഭ ഒരു പുനഃസംഘടന നടത്തിക്കൊണ്ട് വളരെ മാന്യമായ ഒരു ഗവൺമെൻറ്റായിട്ട് ഇറങ്ങി തിരിച്ചാൽ പിന്നെ സ്വയം മന്ത്രിമാർ അത് വെറുതെ പേരുദോഷം ഉണ്ടാക്കാതെ മാറി നിൽക്കുന്ന ആയിക്കോട്ടെ. നമുക്ക് ബാർ ഉടമകളോട് കെ.എം. മാണി പണം ചോദിക്കുന്ന ശബ്ദരേഖ പുറത്തുവന്നാൽ അദ്ദേഹത്തിന്റെ രാജി ആവശ്യപ്പെടും. മന്ത്രിസ്ഥാനം മാത്രമല്ല, പാർട്ടി ചെയർമാൻ സ്ഥാനവും ഒഴിയേണ്ടി വരും. അങ്ങനെ കേരള കോൺഗ്രസ് ചെയർമാൻ നേരിട്ട് ഈ കള്ളുഷാപ്പുകാരോട് കാശ് ചോദിക്കുകയും കാശ് മേടിക്കുകയും ചെയ്തതായിട്ട് വന്നാൽ പിന്നെ ഒരു നിമിഷം മന്ത്രിസഭ ഇരിക്കുന്നത് ശരിയല്ല, പാർട്ടി ചെയർമാൻ സ്ഥാനത്ത് ഇരിക്കുന്നത് ശരിയല്ലെന്ന് ഞാൻ പറയും. മാണി പാർട്ടി ചെയർമാൻ സ്ഥാനം ഒഴിഞ്ഞാൽ പകരം ജോസ് കെ മാണി ആകില്ല നേതൃത്വത്തിലേക്ക് വരിക. അങ്ങനെ പാരമ്പര്യമായി പദവി കൈമാറാൻ അനുവദിക്കില്ല. കെ.എം. മാണി പാർട്ടി ചെയർമാൻ സ്ഥാനം ഒഴിയുന്ന ഘട്ടം വന്ന ജോസ് കെ മാണി അല്ലേ ചെയർമാൻ? എഴുതി വെച്ചേരങ്ങോട്ട്. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ? അത് കേരള കോൺഗ്രസ് പാർട്ടി ചെലവാകാരം. അതെന്താ ചെലവാകില്ലാത്ത? ജോസ് കെ മാണിക്ക് എത്ര സീനിയേഴ്സ് ഉണ്ട്? അത് മാണി സാർ പറയുന്ന ആളെ പിടിച്ച് ചെയർമാൻ ആക്കണം, മകനെ പിടിച്ചാക്കണം എന്നൊക്കെ. നോ. മാണിയുടെ മന്ത്രിസ്ഥാനത്തിന്റെ മറവിൽ അഴിമതിക്ക് ചുക്കാൻ പിടിക്കുന്നത് ജോസ് കെ മാണിയാണെന്ന ആരോപണം തള്ളുന്നില്ലെന്നും ഇതിന്റെ നിജസ്ഥിതി പരിശോധിക്കുകയാണെന്നും ജോർജ് കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.